Hello everyone, welcome to iPlus Training Solutions. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ 2025 നെറ്റ് ഫിലോസഫിയിലെ PYQ പാർട്ട് 2 ആണ്. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 11 to 20 ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ലോജിക്കിലെ മാച്ച് ദ ഫോളോയിങ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ലിസ്റ്റ് 1 വന്നിട്ട് റൂൾസും ലിസ്റ്റ് 2 വന്നിട്ട് അതിൻ്റെ തന്നെ സിംബോളിക് റെപ്രസെൻറ്റേഷനും ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല, നമുക്ക് റൂൾസ് അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ആണ്. അബ്സോർപ്ഷന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെക്കൻഡ് ആണ്. P then Q, therefore P then P dot Q എന്നുള്ളത്. ഇനി ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എക്സ്പോർട്ടേഷൻ, അതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ മെറ്റീരിയൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ 4ഉം കോൺട്രാപൊസിഷൻ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 3ഉം ആണ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഈ നമ്മൾ പറഞ്ഞ മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ ഏതാണ് A2, B1, C4, D3. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന A1 ആണ്. അപ്പോൾ അത് തെറ്റാണ്, നമ്മൾ പറഞ്ഞു A2 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ A2 തന്നിരിക്കുന്ന രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്, ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 4ഉം. ഇനി നമ്മൾ പറഞ്ഞു B1 ആണ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 2ഉം ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ 4 A2, B1, C4, D3 എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which among the following activities best characterizes the ethics of care according to കരോൾ ഗിലിഗൻ. അപ്പൊ ഇവിടെ വന്നിട്ട് കരോൾ ഗിലിഗിന്റെ കെയർ എത്തിക്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വൈസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലേണിംഗ് മോറൽ പ്രിൻസിപ്പിൾസ്. മോറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ ഗൈഡ് ചെയ്യുന്ന ഫൗണ്ടേഷണൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിനെയാണ് പറയുന്നത്. അതായത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ആ ഒരു ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ മോറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ കെയർ എത്തിക്സിൽ വന്നിട്ട് മോറൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നില്ല. ഇത് വന്നിട്ട് കാന്റിന്റെ എത്തിക്സിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ദെൻ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് മോറൽ ഡിസ്പോസിഷൻസ്. മോറൽ ഡിസ്പോസിഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹാബിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ നല്ല രീതിയിൽ പെരുമാറുക, ഒരു കൈൻഡ്നെസ്സോടുകൂടി അല്ലെങ്കിൽ ഓണസ്റ്റിയോടുകൂടി പെരുമാറുക എന്നൊക്കെ ഉള്ള ഒരു നമ്മൾ ഹാബിറ്റ് ഓഫ് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെയാണ് മോറൽ ഡിസ്പോസിഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ നല്ല വെർച്വസ് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളെയാണ് മോറൽ ഡിസ്പോസിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് കെയർ എത്തിക്സിൽ ഇത് കുറച്ചൊന്ന് ഓക്കെ ആണ്, എന്നാലും നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദെൻ അടുത്തതെന്ന് പറയുന്നത് സോൾവിംഗ് മോറൽ പ്രോബ്ലംസ് ബൈ ആപ്ലിക്കേഷൻ ഓഫ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്. ഇത് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ വന്നിട്ട് കാന്റിന്റെ എത്തിക്സിലാണ് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, കെയർ എത്തിക്സിലല്ല. ദെൻ ഡി ഓപ്ഷൻ എന്ന് പറയുന്ന സീക്കിംഗ് കോണ്ടെക്സ്റ്റൽ റെസ്പോൺസസ് ആണ്. ഇത് വന്നിട്ട് കെയർ എത്തിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. സോ ഇസ് കറക്റ്റ്. ദെൻ ഓപ്ഷൻ ഇ എന്ന് പറയുന്നത് അറ്റൻഡിങ് ടു റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്സ്. റിലേഷൻഷിപ്സിനോടും റെസ്പോൺസിബിലിറ്റീസിനോടും നമ്മൾ എങ്ങനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് വന്നിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത് ഡിയും ഇയും കറക്റ്റ് ആണ് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം ഡിയും ഇയും എന്തായാലും കറക്റ്റ് ആണ് എന്നറിയാം. അപ്പോൾ ഡിയും ഇയും വരുന്ന ഓപ്ഷൻസ് നോക്കാം. ഡിയും ഇയും ഒരേപോലെ വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്, 2ഉം 3. ഇതിൽ നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ആയതുകൊണ്ട് തന്നെ കാന്റിന്റെ എത്തിക്സിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ സി ഇല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ബി ഡി ഇ ആണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 3 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ കരോൾ ഗിലിഗിന്റെ ആണ് കെയർ എത്തിക്സ് എന്ന് പറയുന്നത്. ഇത് കാന്റിന്റെ ജസ്റ്റിസ് ബേസ്ഡ് എത്തിക്സിന് ഒരു ക്രിട്ടീക്ക് ആയിട്ടാണ് ഈ ഒരു തിയറി അദ്ദേഹം എമേർജ് ചെയ്തത്. ദെൻ
കെയർ എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും റിലേഷൻഷിപ്സിനും അതുപോലെ തന്നെ കെയർ, റെസ്പോൺസിബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. കാന്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം യൂണിവേഴ്സൽ റൂൾസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കെയർ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ജസ്റ്റിസ് ബേസ്ഡ് അപ്രോച്ച് ആണെങ്കിൽ അവിടെ നമുക്ക് ചോദിക്കുന്നത് എന്താണ് അവിടുത്തെ ഫെയർ റൂൾ എന്നുള്ളതാണ്. പക്ഷെ ഒരു കെയർ എത്തിക്സിൽ വരുമ്പോഴത്തേക്കും ആരൊക്കെ അതിൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നു, ആർക്കൊക്കെയാണ് അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്, കെയറോട് കൂടി റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കെയർ എത്തിക്സിൽ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കെയർഫുള്ളി. അപ്പോൾ ഇവിടെയും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എലിമിനേഷൻ മെത്തേഡാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻ വൈസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്ന ഇൻ ദി പാരബിൾ ഓഫ് ദ കേവ് പ്ലേറ്റോ ഹൈലൈറ്റ്സ് ദ നെസസിറ്റി ഓഫ് ദ ഹ്യൂമൻ ലൈഫ് ടു ബി ഗൈഡഡ് ബൈ ദി ഐഡിയ ഓഫ് ട്രാൻസെൻഡന്റൽ നോളജ്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിൽ മെൻഷൻ ചെയ്യുന്ന അലഗറി ഓഫ് കേവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിൽ എന്ത് കാര്യത്തെയാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഹ്യൂമൻ ലൈഫ് ഇഗ്നോറൻസിൽ നിന്ന് ട്രൂ റിയാലിറ്റിയിലേക്ക് പോകാനുള്ള ആ ഒരു ഷിഫ്റ്റിനെയാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തത് എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. നമുക്ക് ശരിയാണോ എന്ന് നോക്കാം. അടുത്ത ഓപ്ഷൻ ബി എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ ക്രിട്ടിക്സ് പ്ലേറ്റോ ഫോർ ഹിസ് ഇന്നബിലിറ്റി ടു അക്കൗണ്ട് ഫോർ ദി ഡൈവേഴ്സിറ്റി ഓഫ് യൂസസ് ഓഫ് ഗുഡ്. ഗുഡിന്റെ പല തരത്തിലുള്ള യൂസസിനെയും എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, പ്ലേറ്റോയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് അരിസ്റ്റോട്ടിൽ ക്രിട്ടീക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത്. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്ന ഫോർ അരിസ്റ്റോട്ടിൽ therefore there is no distinction between different types of actions whether guided by reason, will or weakness of will. അരിസ്റ്റോട്ടലിനെ സംബന്ധിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ഷൻസ് ആയിട്ട് അദ്ദേഹം യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റിങ്ഷൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഓപ്ഷൻ സി പറയുന്നത്. ദെൻ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓൺ ദി അതർ ഹാൻഡ് ഫോർ എപ്പിക്യൂറസ് വെർച്യു ഇസ് സിംപ്ലി ദ ആർട്ട് ഓഫ് പ്ലഷർ. എപ്പിക്യൂറസിനെ സംബന്ധിച്ച് വെർച്യു എന്ന് പറയുന്നത് ആർട്ട് ഓഫ് പ്ലഷർ ആണ് എന്നാണ് ഈ ഒരു ഓപ്ഷൻ പറയുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഹൗവർ സ്റ്റോയിക്സ് അൾട്ടിമേറ്റ്ലി എയിം അറ്റ് വിത്ഡ്രോവൽ ഫ്രം പബ്ലിക് ലൈഫ് ആൻഡ് ലീഡിങ് ടുവേർഡ്സ് എത്തിക്കൽ സൊൾപിസിസം. ഇവിടെ എന്താ പറയുന്നത്, സ്റ്റോയിക്സ് വന്നിട്ട് പബ്ലിക് ലൈഫിൽ നിന്ന് വിത്ഡ്രോ ചെയ്ത് നിൽക്കുകയും അവര് സൊൾപിസിസത്തിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് അതിലേക്ക് അവര് ലൈഫ് നയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടത്തെ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ട് തന്നിട്ടുണ്ട്. എ ബി സി, എ ബി ഡി, എ ബി ഡി ഇ, ബി ഡി ഇ ഇങ്ങനെയൊക്കെയാണ് തന്നു പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 എ ബി ഡി ആണ്. നമുക്കിനി നോക്കാം ഓപ്ഷൻ വൈസ്. സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അലഗറി ഓഫ് കേവിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അവിടെ വന്നിട്ട് എന്താ സംഭവിക്കുന്നത്, ഒരു നമ്പർ ഓഫ് പ്രിസണേഴ്സ് ഒരു കേവില് ചെയിൻസിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവരുടെ പിന്നിലായിട്ട് ഒരു ഫയർ വെച്ചിട്ടുണ്ട്. ആ ഫയറിൽ നിന്ന് കാസ്റ്റ് ചെയ്യുന്ന ഷാഡോസ് ആണ് അവരെന്നും കാണുന്നത്. അപ്പൊ അവര് വിചാരിക്കുന്നത് ആ ഷാഡോസ് ആണ് റിയാലിറ്റി എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഉള്ള ഒരു തോട്ട് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഒരു പ്രിസണർ പുറത്തേക്ക് പോവുകയും അപ്പോ അവിടെ കാണുന്ന കാഴ്ച കണ്ടിട്ട് അയാൾ മനസ്സിലാക്കുകയാണ്, ഓ ഇത്രയും നാള് ഞാൻ കേവിൽ നിന്ന് കണ്ടത് എന്തല്ല, റിയാലിറ്റി അല്ല, ഇതാണ് ട്രൂ റിയാലിറ്റി എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് അലഗറി ഓഫ് കേവ്, ആ ഒരു കേവ് എന്ന് പറയുന്നത് ഇഗ്നോറൻസിനെ സൂചിപ്പിക്കുകയും ഷാഡോസ് എന്ന് പറയുന്നത് ഇലൂഷനെയും അതുപോലെ തന്നെ ഔട്ട്സൈഡ് ദ വേൾഡ് എന്ന് പറയുന്നത് ട്രൂ റിയാലിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ പ്രിസണേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ കണ്ടീഷനെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കേവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് മാത്രമേ ട്രൂ റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ശരിയാണ്. അദ്ദേഹം ആ ഒരു ഷിഫ്റ്റ് ആണ് സൂചിപ്പിക്കുന്നത്. കേവ് എന്ന് പറയുന്നത് ഇഗ്നോറൻസും പുറത്തുള്ള ആ ഒരു ട്രൂ നോളജ് എന്ന് പറയുന്നതാണ് റിയാലിറ്റി ആയിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറയുന്നത് എന്താണ്, അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയെ ക്രിട്ടീക്ക് ചെയ്തു എന്നുള്ളതാണ്. അവിടെ നിക്കോമാക്കിയൻ എത്തിക്സിൽ അരിസ്റ്റോട്ടിൽ ക്ലിയർലി പറയുന്നുണ്ട് പ്ലേറ്റോയുടെ ഐഡിയാസ് ഓഫ് ഗുഡ് എന്ന് പറയുന്നത് വളരെ അബ്സ്ട്രാക്ട് ആണെന്നും ഗുഡിന്റെ ഒരുപാട് പ്രാക്ടിക്കൽ യൂസസിനെ പ്ലേറ്റോയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും അരിസ്റ്റോട്ടിൽ ക്രിട്ടീക്ക് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. ദെൻ സ്റ്റേറ്റ്മെന്റ് സി എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ
എന്ത് ചെയ്യുന്നില്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ഷൻസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നുണ്ട്. റാഷണൽ ആക്ഷൻസ് എന്നും ആക്ഷൻസ് ഗൈഡഡ് ബൈ വിൽ എന്നും അതുപോലെ തന്നെ വീക്ക്നെസ് ഓഫ് വിൽ എന്നും അങ്ങനെ അദ്ദേഹം ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? റോങ് ആയിരിക്കും. ദെൻ സ്റ്റേറ്റ്മെന്റ് ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു? എപ്പിക്യൂറസ് വെർച്യൂവിനെ പ്ലഷറുമായിട്ട് ലിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് വളരെ കറക്റ്റ് ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഒന്നായിരുന്നു. മെന്റൽ ഡിസ്റ്റർബൻസിൽ നിന്നും പെയിനിൽ നിന്നുമുള്ള ആബ്സെൻസിലാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോ സ്റ്റേറ്റ്മെന്റ് ഡിയും കറക്റ്റ് ആണ്. ദെൻ സ്റ്റേറ്റ്മെന്റ് ഇ എന്ന് പറയുന്നത് സ്റ്റോയിക്സ് പബ്ലിക് ലൈഫിൽ നിന്ന് വിഡ്രോ ചെയ്ത് നിൽക്കുകയും സൊളിപ്പിസിസത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് തെറ്റാണ്. കാരണം ഒരിക്കലും സ്റ്റോയിക്സ് പബ്ലിക് ലൈഫിൽ നിന്ന് വിഡ്രോ ചെയ്ത് നിന്നിട്ടില്ല. അവര് റീസണും അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു നേച്ചറിൽ ലിവ് ചെയ്യാനാണ് അവര് എംഫസൈസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോയിക്കുകൾ പബ്ലിക് ലൈഫിൽ ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ സൊൾപിസിസത്തെ റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഓപ്ഷൻ ഇയും തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. What problem does Aristotle's third man argument raise concerning Plato's theory of form? അപ്പോൾ ഇവിടെ വന്നിട്ട് പ്ലേറ്റോയുടെ തിയറി ഓഫ് ഫോം എന്താണെന്നും അരിസ്റ്റോട്ടലിന്റെ തേർഡ് മാൻ ആർഗ്യുമെന്റ് എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം ഓപ്ഷൻ വൈസ് നോക്കാം, എന്നിട്ട് എക്സ്പ്ലനേഷനിലേക്ക് പോവാവുന്നതാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഇറ്റ് ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ഫോംസ് ആർ കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ്. ഫോംസ് കോൺസ്റ്റന്റ്ലി ചേഞ്ച് ചെയ്യുന്ന ഒന്നാണ് എന്നാ പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്ന ഫോംസ് മെറ്റീരിയൽ ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. തേർഡ് ഓപ്ഷൻ വന്നിട്ട് ഇറ്റ് ഇംപ്ലൈസ് ആൻ ഇൻഫിനിറ്റ് റെഗ്രസ് ഓഫ് ഫോംസ് മേക്കിംഗ് ഇറ്റ് ഇംപോസിബിൾ ടു എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫോംസ് ആൻഡ് പെർട്ടിക്കുലേഴ്സ്. ഫോംസിന്റെയും പെർട്ടിക്കുലേഴ്സിന്റെയും റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാണ്ട് ഇൻഫിനിറ്റ് റിഗ്രസ് ഓഫ് ഫോംസിലേക്കാണ് ഇത് നയിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർത്ത് ഓപ്ഷൻ വന്നിട്ട് ഫോംസ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് മെന്റൽ കൺസ്ട്രക്ട്സ് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ട് ഓപ്ഷൻ 3 ആണ്. അപ്പോൾ നമുക്കിനി നോക്കാം. പ്ലേറ്റോയുടെ തിയറി ഓഫ് ഫോംസ് എന്ന് പറയുന്നത് നമുക്കറിയാം. അദ്ദേഹത്തെ സംബന്ധിച്ച് ഐഡിയാസ് ആണ് എന്തെന്ന് പറയുന്നത് ട്രൂ റിയാലിറ്റി എന്ന് പറയുന്ന ഐഡിയാസ്, അല്ലെങ്കിൽ ഫോംസ് എന്ന് പറയുന്നതാണ് അൺചേഞ്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ പെർസീവ് ചെയ്യുന്ന ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് എന്തായിരുന്നു? ഈ ഒരു ഫോംസിന്റെ ഇമിറ്റേഷൻ അല്ലെങ്കിൽ ഷാഡോ ആണ് എന്നാണ് പ്ലേറ്റോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് മാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അവിടെ മാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയയിൽ നിന്നാണ് ഓരോ ഇൻഡിവിജ്വൽ മെന്നും വന്നിട്ടുള്ളത് എന്നാണ് ആര് പറയുന്നത്? പ്ലേറ്റോ പറയുന്നത്. അതേസമയം അരിസ്റ്റോട്ടലിന്റെ ക്രിട്ടീക്ക് എന്ന് പറയുന്നത് എന്താ പറയുന്നത്? ഈ ഒരു പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിസംബ്ലൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് അരിസ്റ്റോട്ടിൽ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു 3 ഇൻഡിവിജ്വൽ മെന്നിനെ കാണുകയാണ്, ABC എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ മെന്നിനെ കാണുവാണ്. അപ്പോ നമ്മള് ആ ഒരു മെന്ന് തമ്മിലുള്ള ആ ആൾക്കാർ തമ്മിലുള്ള സിമിലാരിറ്റി കാണുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, അത് മാൻ എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഫോമുമായിട്ട് സിമിലർ ആണ് എന്ന് നമ്മളൊരു റിസംബ്ലൻസ് കൊണ്ടുവരുന്നു. ഓക്കെ, ഇനി ഇവര് തമ്മിലുള്ള, അതായത് ഇൻഡിവിജ്വൽ മാനും യൂണിവേഴ്സൽ ഫോമായിട്ടുള്ള മാനും തമ്മിലുള്ള സിമിലാരിറ്റി നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമുക്കൊരു ഹയർ ഫോം നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു എക്സ്പ്ലനേഷന് പകരം നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു ചെയിൻലെസ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്ക്, ചെയിൻലെസ് അല്ല, എൻലെസ് ആയിട്ടുള്ള ചെയിൻ ഓഫ് എക്സ്പ്ലനേഷനിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ഒരു സിമിലാരിറ്റി നമ്മൾ കണ്ടെത്തുമ്പോൾ അടുത്തൊരു റിലേഷൻഷിപ്പിന്റെ സിമിലാരിറ്റി നമ്മൾ അന്വേഷിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹയസ്റ്റ് ഫോമിലേക്ക് പോകേണ്ടി വരുന്നു. അപ്പൊ ഇതെന്ത് സംഭവിക്കുന്നു? എൻലെസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു. അതൊരു ഇൻഫിനിറ്റ് റിഗ്രസിലേക്ക് നയിക്കുന്നു. ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദോസ് ഗിവൺ ബിലോ. ഇവിടെ വന്നിട്ട് ഗാന്ധിജിയെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ കറക്റ്റ് കോമ്പിനേഷൻ ഏതാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മഹാത്മാ ഗാന്ധി വാസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ടോൾസ്റ്റോയ്സ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്തിൻ യു ആസ് ന്യൂ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി. നമ്മൾ ഗാന്ധിജിയുടെ ഫിലോസഫി പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു, ടോൾസ്റ്റോയില് ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്.
Then second option എന്ന് പറയുന്നത് ഗാന്ധിസ് റിലീജിയസ് ഓറിയന്റേഷൻ വാസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ വൈഷ്ണവ ഈഥോസ്. ഓക്കെ, അതും നമുക്ക് ഗാന്ധിജിയുടെ ഫിലോസഫി പഠിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം വൈഷ്ണവ ഈഥോസിൽ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വൈഷ്ണവിസത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് വെൻ ഗാന്ധി എക്സ്പ്ലെയിൻസ് ദ നോഷൻ ഗോഡ് as truth, his idea of truth is oriented towards the truth of mundane reality. ഓക്കെ, ഇവിടെ വന്നിട്ട് ഗോഡ് ഇസ് ട്രൂത്ത് എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ ആ ഒരു ട്രൂത്ത് എന്ന് പറയുന്ന ഐഡിയ നമ്മുടെ എവറിഡേ ലൈഫുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് തെറ്റാണ്. കാരണം അദ്ദേഹം ഗോഡ് ഇസ് ട്രൂത്ത് എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പിന്നീട് ട്രൂത്ത് ഇസ് ഗോഡ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ട്രൂത്ത് തന്നെയാണ് ഗോഡ്. അദ്ദേഹം ട്രൂത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ട്രൂത്ത് തന്നെയാണ് ദൈവം എന്നുള്ള രീതിയിൽ അദ്ദേഹം മാറ്റി പറയുകയാണ് ചെയ്തത്. അവിടെ ട്രൂത്ത് എന്ന് പറയുന്നതിന് ഒരു അബ്സലൂട്ട് ഒരു സ്പിരിച്വൽ എക്സിസ്റ്റൻസ് ആണ് അദ്ദേഹം കൊടുത്തത്. അല്ലാണ്ട് നമ്മുടെ എവറിഡേ ലൈഫിലുള്ള ആ ഒരു എക്സിസ്റ്റൻസിനല്ല അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ ഓപ്ഷൻ സി എന്ന് പറയുന്നത് തെറ്റായിരിക്കും. Then ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഗാന്ധി അഹിംസ ആൻഡ് ട്രൂത്ത് ആർ ഇന്റർട്വൈൻഡ് ആൻഡ് ആർ ലൈക്ക് ടു സൈഡ്സ് ഓഫ് എ കോയിൻ. ഒരു കോയിന്റെ രണ്ട് സൈഡ് പോലെ അഹിംസയും ട്രൂത്തും ഇന്റർട്വൈൻഡ് ആണ് എന്നാണ് പറയുന്നത്. അതും നമുക്കറിയാം, അത് ശരിയാണ് എന്നറിയാം. ദെൻ ഓപ്ഷൻ ഇ എന്ന് പറയുന്നത് ഗാന്ധി ഡിറൈവ്ഡ് ദ ഐഡിയ ഓഫ് അഹിംസ ഫ്രം ദി ട്രഡീഷണൽ വേൾഡ് വ്യൂ ഓഫ് മീമാംസ. മീമാംസയിൽ നിന്നാണ് അഹിംസ എന്ന് പറയുന്ന ഐഡിയ ഡിറൈവ് ചെയ്തത് എന്നുള്ളത്. അത് തെറ്റാണ്. മീമാംസയിൽ നിന്നല്ല, ജൈനിസത്തിൽ നിന്നാണ് ഗാന്ധിജി ഈ ഒരു ഐഡിയ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ, ബി, ഡി എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഓക്കെ, എ, ബി, ഡി എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓഫ് JS മിൽ. മില്ലിനെ സംബന്ധിച്ച് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ എന്നുള്ളതാണ്. മിൽ എന്ന് പറയുന്നത് ഒരു യൂട്ടിലിറ്റേറിയനിസ്റ്റ് ആയിരുന്നു. അപ്പോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് JS മിൽ അബാൻഡൻസ് ദ വ്യൂ ദാറ്റ് ദ കമ്പാരിസൺ എമംഗ് പ്ലഷർ ഈസ് ഓർ ക്യാൻ ബി പ്യൂർലി ക്വാണ്ടിറ്റേറ്റീവ്. അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് യൂട്ടിലിറ്റേറിയനിസം കൊണ്ടുവന്നത് ബന്ധാമായിരുന്നു. മില്ല് ഇമ്പോർട്ടൻസ് കൊടുത്തത് ക്വാളിറ്റേറ്റീവ് യൂട്ടിലിറ്റേറിയനിസത്തിനായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് മില്ല് അബാൻഡൺ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എന്താണ് പ്ലഷറിനെ അദ്ദേഹം അബാൻഡൺ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ അവിടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ദെൻ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഹി ഹൗഎവർ മേക്സ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹയർ ആൻഡ് ലോവർ പ്ലഷേഴ്സ്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് യൂട്ടിലിറ്റേറിയനിസം ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ക്വാളിറ്റേറ്റീവിൽ തന്നെ അദ്ദേഹം ഹയർ പ്ലഷറിനും ലോവർ പ്ലഷറിനും ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഹയർ പ്ലഷർ എന്ന് പറയുമ്പോൾ ഇന്റലക്റ്റിനെ സൂചിപ്പിക്കുകയും ലോവർ പ്ലഷർ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പ്ലഷറിനെ സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷനിൽ പറയുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ദെൻ ഓപ്ഷൻ സി എന്ന് പറയുന്നത് therefore all pleasures are qualitatively same. അതും അവിടെ തെറ്റെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമ്മൾ തൊട്ടടുത്ത മുന്നത്തെ ഓപ്ഷനിൽ തന്നെ പറഞ്ഞു ഹയർ ലോവർ പ്ലഷർ എന്നുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതും തെറ്റാണ്. അടുത്ത ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് മിൽ വാസ് ടു ബ്രിങ് ഓൾ ദി ഒബ്ജക്ട്സ് ആൻഡ് ഗോൾസ് ഓഫ് ഹ്യൂമൻ ഡിസയേഴ്സ് അണ്ടർ എ സിംഗിൾ കോൺസെപ്റ്റ് ഓഫ് പ്ലഷർ. ഇത് ശരിയായിട്ടുള്ള ഒരു ഉത്തരവാണ്. അതായത് പ്ലഷർ എന്ന് പറയുന്ന സിംഗിൾ കോൺസെപ്റ്റിലേക്ക് അദ്ദേഹം ഹ്യൂമൻ ഡിസയേഴ്സിന്റെ ഗോളിനെയും ഒബ്ജക്ട്സിനെയും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ള ഒരു ഉത്തരവാണ്. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹി ട്രീറ്റ്സ് പ്ലഷർ ആസ് എ യൂണിറ്ററി കോൺസെപ്റ്റ്. ഓക്കെ, അതും ശരിയാണ്. ഇവിടെ അദ്ദേഹം ഒരു ഹയർ പ്ലഷർ ലോവർ പ്ലഷർ എന്നുള്ള ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരുന്നു എങ്കിൽ പോലും പ്ലഷർ എന്ന് പറയുന്നത് ഫണ്ടമെന്റലി ഒരു യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ ആയിട്ട് അദ്ദേഹം കണക്കാക്കുന്നുണ്ട്. അപ്പൊ ഇവിടത്തെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് കറക്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ, ഡി, ഇ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം അതുണ്ടോന്ന്. എ, ഡി, ഇ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് അമംഗ് ദ ഫോളോയിങ്സ് ആർ ട്രൂ ഇൻ റിഗാർഡ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോ ആൻഡ് മൊറാലിറ്റി. ലോ മൊറാലിറ്റി വന്നിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മോറൽ പ്രിൻസിപ്പിൾസ് ആർ ഡിപ്പെൻഡന്റ് ഓൺ ലീഗൽ പ്രിൻസിപ്പിൾസ്.
മോറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് മോറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒരിക്കലും ലീഗൽ പ്രിൻസിപ്പിൾസിൽ ഡിപ്പെൻഡന്റ് അല്ല. ഇവിടെ നമ്മളിപ്പോ ഒരാളോട് ഓണസ്റ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ആക്ട് നമ്മൾ അവിടെ ചെയ്യുന്നത്. അത് യാതൊരു കാരണവശാലും ലോയുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡന്റ് അല്ല. അപ്പൊ അത് നമുക്ക് തെറ്റാണ് എന്ന് പറയാം. അടുത്ത ഓപ്ഷൻ ബി എന്ന് പറയുന്നത് മോറൽ പ്രിൻസിപ്പിൾസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ലീഗൽ പ്രിൻസിപ്പിൾസ്. അത് എന്താണ്, കറക്റ്റ് ആണ്. ലോയിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് മോറൽ പ്രിൻസിപ്പിൾസ് നിൽക്കുന്നത്. ശരിയാണ്. ഇപ്പോൾ നമ്മളിപ്പോ ഒരു ചാരിറ്റി ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചാരിറ്റി ചെയ്യുന്നത് അത് ലോ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യമല്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നു, നമ്മൾ അത് ചെയ്യുന്നു എന്നൊരു രീതിയേ വരുന്നുള്ളൂ. അപ്പൊ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ദെൻ സി എന്ന് പറയുമ്പോൾ ലീഗൽ പ്രിൻസിപ്പിൾസ് ആർ നെസസറിലി മോറൽ പ്രിൻസിപ്പിൾസ്. ഇവിടെ സൂചിപ്പിക്കുന്ന എന്താണ്, ലോ എപ്പോഴും മോറൽ പ്രിൻസിപ്പിൾസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അവിടെ വന്നിട്ട് എന്താകത്തില്ല, കറക്റ്റ് ആവത്തില്ല. ഇപ്പോ നമുക്ക് പറയാം ലോ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ എന്താണ് മൊറാലിറ്റി അപ്ഹോൾഡ് ചെയ്യാൻ അവർ ശ്രമിക്കും. പക്ഷേ എന്താണ്, എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല. കാരണം ലോ എന്ന് പറയുമ്പോൾ ഒരുപാട് വശങ്ങൾ നോക്കാനുണ്ട്. ഇപ്പൊ ഒരു ലോ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രാക്ടിക്കാലിറ്റി നോക്കണം, പിന്നെ എന്താ പറയാ ഭരണത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പോൾ ലോ എന്ന് പറയുമ്പോൾ എപ്പോഴും മൊറാലിറ്റി അപ്ഹോൾഡ് ചെയ്യുന്ന ഒന്ന് ആകണം എന്നില്ല. പല കാര്യങ്ങളും അതിൽ എന്ത് ചെയ്യാനാണ്, അഫക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സിയും തെറ്റാണ്. ദെൻ ഡി എന്ന് പറയുന്നത് മോറൽ പ്രിൻസിപ്പിൾസ് വിത്ത് ലീഗൽ സാങ്ഷൻസ് ടേൺ ടു ബി ലീഗൽ പ്രിൻസിപ്പിൾസ്. മോറൽ പ്രിൻസിപ്പിൾസ് ലീഗൽ സാങ്ഷൻസോടുകൂടി ആവുമ്പോഴത്തേക്കും ലീഗൽ പ്രിൻസിപ്പിൾസ് ആയിട്ട് മാറും എന്നുള്ളതാണ്. അത് ശരിയാണ്. അതായത് ഇപ്പോ നമ്മള് ഒരു മൊറാലിറ്റി അത് സൊസൈറ്റി മുഴുവനാകെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒന്ന് അത് സ്റ്റേറ്റ് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും, ലീഗൽ പ്രിൻസിപ്പിൾ ആയിട്ട് മാറും. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബിയും ഡിയുമാണ്. ഓപ്ഷൻ 2 ബി ആൻഡ് ഡി ഉള്ളി എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 വന്നിട്ട് ഇന്ത്യൻ കണ്ടംപററി ഫിലോസഫേഴ്സും ദെൻ ലിസ്റ്റ് 2 വന്നിട്ട് അവരുടെ തന്നെ കോൺട്രിബ്യൂഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. സത്യശോധക് സമാജം എന്ന് പറയുന്നത് ജ്യോതിബ ഫുലെയുടെ ആണ്. ട്രൂത്ത് സീക്കർ സൊസൈറ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു എന്താണ് ജ്യോതിബ ഫുലെ കണ്ടുപിടിച്ച അദ്ദേഹം ഫൗണ്ടർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ദെൻ വൈക്കം സത്യാഗ്രഹ എന്ന് പറയുന്നത് നാരായണ ഗുരുവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മഹിമധർമ്മ എന്ന് പറയുമ്പോൾ സന്ത് കബി ഭീമ ബോയിയുടെ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ പറയാം. ത്രൈതവാദ എന്ന് പറയുന്നത് ദയാനന്ദ സരസ്വതിയുടെ ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ട് എ സെക്കൻഡ്, ബി 4, C1, D3 എന്നുള്ളതാണ്. ഓക്കെ, സത്യശോധക് എന്ന് പറയുന്നത് ജ്യോതിബ ഫുലെയുടെ ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജ്യോതിബ ഫുലെ കാസ്റ്റ് ഹൈറാർക്കിയെ ഒപ്പോസ് ചെയ്യുകയും എസ്പെഷ്യലി ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെ ഒപ്പോസ് ചെയ്യുകയും ദെൻ ശൂദ്രാസിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടും വുമണ്, അതുപോലെ തന്നെ വുമൻ, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, ഇങ്ങനെ ഒരുപാട് പേരുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആന്റി കാസ്റ്റിന്റെയും സിവിൽ റൈറ്റ് മൂവ്മെന്റിന്റെയും ഒരു ലാൻഡ്മാർക്ക് ആയിട്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം ഉണ്ടായിരുന്നത്. അതിലെ മേജർ ലീഡർ എന്ന് പറയുന്നത് ടി.കെ. മാധവനായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം ടെമ്പിൾ കൺസിക്രേഷൻ ഒക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. ദെൻ ഭീമ ബോയി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സെയിന്റും അതുപോലെ തന്നെ പോയിറ്റുമായിരുന്നു. മഹിമധർമ്മയുടെ ഒഡീഷയിലെ മഹിമധർമ്മയുടെ ഒരു പ്രൊപ്പഗേറ്റർ കൂടിയായിരുന്നു അദ്ദേഹം. ഇതെന്ന് പറയുന്ന മഹിമധർമ്മ എന്ന് പറയുന്ന 19th സെഞ്ചുറിയിലെ ഒരു മോണോതീസ്റ്റിക് അതുപോലെ തന്നെ ആന്റി കാസ്റ്റ് റിഫോം മൂവ്മെന്റ് ആയിരുന്നു. അവര് ഐഡൽ വർഷിപ്പിനെ റിജക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ത്രൈതവാദ എന്ന് പറയുമ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആണ്. അവിടെ വന്നിട്ട് ഗോഡ്, സോള്, നേച്ചർ ഇവയുടെ കോ എറ്റേണാലിറ്റി ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഫണ്ടമെന്റലി അവ മൂന്നും ഡിഫറെന്റ് ആണ് എങ്കിൽ പോലും ഒരു യൂണിവേഴ്സിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇവർ 3 പേരും കോ എറ്റേണൽ ആയിട്ട് പോയാലേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അബ്സലൂട്ട് മോണിസത്തിനെ റിജക്ട് ചെയ്യുന്ന ഒരു തിയറിയാണ് ഇതെന്ന് പറയുന്നത് ത്രൈതവാദ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഗെയിൻ മാച്ച് ദ ഫോളോയിങ് ആണ്. എൻവയോൺമെന്റൽ എത്തിക്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആൽബർട്ട് ഷുട്സർ, ലിയോപോൾഡ്,
ലിവ്ലോക്ക്, ദെൻ ആർണേനേസ്. ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം ഷുട്സർ എന്ന് പറയുന്നത് റെഫറൻസ് ഫോർ ലൈഫ് ആണ് മാച്ച് ആകുന്നത്. ലിയോപോൾഡ് ലാൻഡറ്റിക്സ്, ലവ്ലോക്ക് വന്നിട്ട് ഗയാ ഹൈപ്പോത്തസിസും, ആർണേനേസ് ഡീപ്പ് എക്കോളജി ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. A4, B3, C1, D2. ഓക്കെ, ഷുട്സറിന്റെ റെഫറൻസ് ഫോർ ലൈഫ് എന്ന് പറയുന്ന ഒരു എത്തിക്കൽ ഫിലോസഫി ആയിരുന്നു. അതിൽ സ്റ്റേറ്റ് ചെയ്യുന്നത് എല്ലാ ലിവിങ് തിങ്സിനും, അത് ഹ്യൂമൻ ആയിക്കോട്ടെ, അനിമൽ ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, എല്ലാ പേർക്കും ഒരു ഈക്വൽ വിൽ ടു ലിവ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാ പേർക്കും ജീവിക്കാനുള്ള അധികാരമുണ്ട്, അല്ലെ, അല്ലെങ്കിൽ ഒരു അവകാശമുണ്ട്. അധികാരമല്ല, അവകാശമുണ്ട്. അത് തന്നെയാണ് ഇവിടെയും അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ പേരും റെസ്പെക്ട് ഡിസേർവ് ചെയ്യുന്നു എന്നും അദ്ദേഹം സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ആൾഡോ ലിയോപോൾഡിന്റെ ലാൻഡറ്റിക്സ് നോക്കുമ്പോൾ അവിടെ അദ്ദേഹം മോറൽ കൺസേൺ ഏതിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്? ലാൻഡ്, എക്കോസിസ്റ്റം, ബയോട്ടിക് കമ്മ്യൂണിറ്റി, ഇങ്ങനെ അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ദെൻ ജെയിംസ് ലവ്ലോക്കിന്റെ ഗയാ ഹൈപ്പോത്തസിസിൽ പറയുന്നത് എർത്തിനെ ഒരു സെൽഫ് റെഗുലേറ്റിംഗ് ലിവിങ് സിസ്റ്റം ആയിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ദെൻ ആർണേനിയസിന്റെ ഡീപ്പ് എക്കോളജി എന്ന് പറയുമ്പോൾ നേച്ചറിന് ഹ്യൂമൻ ഇൻട്രസ്റ്റിലും ബിയോണ്ട് ആയിട്ടൊരു ഇൻട്രൻസിക് വാല്യൂ ഉണ്ട് എന്ന് പറയുന്നതാണ്. ഇപ്പൊ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, അവർക്ക് സ്വന്തമായിട്ടൊരു മീനിങ് ഉണ്ട് എന്ന് പറയുന്ന, മറ്റുള്ളവരുടെ ഉപയോഗമല്ലാണ്ട്, മറ്റുള്ളവർക്ക് ഉള്ള ഉപയോഗമല്ലാണ്ട് ഒരു വസ്തുവിന് സ്വന്തമായിട്ടൊരു മീനിങ് ഉണ്ട് എന്ന് പറയുന്നതാണ് ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നേച്ചറിന് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതിൽ ഉപരി എന്തുണ്ട്? സ്വന്തമായിട്ടൊരു മീനിങ് ഉണ്ട് എന്ന് പറയുന്നതാണ് ഡീപ്പ് എക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെന്റ് തോമസ് അക്വിനാസിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് one of the many objectives of St. Thomas Aquinas philosophy is to negotiate Averroist reading of Aristotle with the Christian reading. ഇവിടെ വന്നിട്ട് സെന്റ് തോമസ് അക്വിനാസ് ഫിലോസഫിയെ അരിസ്റ്റോട്ടലിന്റെ അവറോയിസ്റ്റ് റീഡിങ്ങുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ നോക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം ആ ഒരു ഒബ്ജക്റ്റീവിന് ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫെയ്ത്ത്, റീസൺ എന്നുള്ളത് റീകൺസൈൽ ചെയ്യുക, അരിസ്റ്റോട്ടലിന്റെ ഇന്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ വ്യൂ പോയിന്റ്സ് യൂസ് ചെയ്തിട്ട്, അതിനെ ഒരു ടൂൾ ആയിട്ട് യൂസ് ചെയ്തിട്ട് ഫെയ്ത്തിനെയും റീസണിനെയും റീകൺസൈൽ ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ കുറച്ചും കൂടി മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് എ എന്ന് പറയുന്ന ഓപ്ഷൻ കുറച്ചൊരു ഇന്നാക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറയാം. അടുത്ത ബി ഓപ്ഷൻ എന്ന് പറയുന്നത് ടു പ്രൂവ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ഗോഡ് വാസ് അനദർ ഒബ്ജക്റ്റീവ്. ഗോഡിന്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു ഒബ്ജക്റ്റീവ് ആയിരുന്നു, അക്വിനാസിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഇത് കറക്റ്റ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള സമ്മ തിയോളജിക്ക എന്ന് പറയുന്ന വർക്കിൽ അദ്ദേഹം 5 വേസ് ഓഫ് ആർഗ്യുമെന്റ്സ് തന്നെ പറയുന്നുണ്ട് ഗോഡിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട്. റീസണിലും അതുപോലെ തന്നെ നേച്ചറിനെ റിലേറ്റ് ചെയ്തിട്ട് അദ്ദേഹം 5 ആർഗ്യുമെന്റ്സ് പറയുന്നുണ്ട്. ദെൻ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ദി ഐഡിയാസ് ഓഫ് എസൻസ് ആൻഡ് എക്സിസ്റ്റൻസ് ആർ ദ സെയിം. ഇവിടെ വന്നിട്ട് ഗോഡിന്റെ കാര്യത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ ക്രിയേറ്റഡ് ബീയിങ്സിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോ ഗോഡിൽ വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഗോഡിന്റെ എസൻസും എക്സിസ്റ്റൻസും ഐഡന്റിക്കൽ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോഡിന്റെ സെൻസിൽ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഓപ്ഷൻ ഡി എന്ന് പറയുന്ന ഇഫ് വി നോ ഗോഡ്സ് എസൻസ് വി കം ടു നോ ഹിസ് എക്സിസ്റ്റൻസ്. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ ഗോഡിന്റെ എസൻസും എക്സിസ്റ്റൻസും ഐഡന്റിക്കൽ ആണ് എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. ദെൻ ഓപ്ഷൻ ഇ എന്ന് പറയുന്ന അക്വിനാസ് ഓൾസോ പ്രൊപ്പഗേറ്റഡ് ദി ഐഡിയ ഓഫ് ഈവിൽ വിച്ച് ഈസ് ആൻ എസൻസ് ആൻഡ് ഇന്റൻഷണൽ ഇൻ നേച്ചർ. ഇവിടെ അക്വിനാസ് വന്നിട്ട് ഈവിലിനെ ഒരു എസൻസ് ആയിട്ടല്ല കണക്കാക്കുന്നത്, ലാക്ക് അല്ലെങ്കിൽ പ്രൈവേഷൻ ഓഫ് ഗുഡ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കണക്കാക്കുന്നത്. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ട് ഓപ്ഷൻ 3 ബി, സി, ഡി എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ഗോഡിനെ പ്രൂവ് ചെയ്യാന്നുള്ളത്, ദെൻ എസൻസ്, എക്സിസ്റ്റൻസ്, ദെൻ അതുപോലെ തന്നെ ഗോഡിന്റെ എസൻസും എക്സിസ്റ്റൻസും നമുക്ക് അറിയാന്നുള്ളത്. അപ്പോൾ ബി, സി, ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത സെഷനിൽ നമുക്ക് കാണാവുന്നതാണ്. താങ്ക് യു.